നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ സംഭവത്തിന് ഏക ദൃക്സാക്ഷി ഞാൻ മാത്രമാണ്. അനിയത്തി ഇപ്പോ അവന്റെ സ്വർഗീയ സുഖങ്ങളുടെ താവളത്തിലാണ്. അവനെന്ന പിശാചിന്റെ നരകം അവൾ ഇനിയും കണ്ടിട്ടില്ല. ഒരു വക്കീലിന്റെ അസിസ്റ്റന്റ് ആവാനുള്ള നിയമപരമായ യോഗ്യതയും പരിജ്ഞാനവും ഒന്നും വന്ദനയ്ക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ SMC നായർ പറഞ്ഞുകൊണ്ട് വന്ദനയ്ക്ക് ജോലി തരാം. ഇത് എന്റെ ഔദാര്യമൊന്നുമല്ല. വന്ദനയുടെ എഫിഷ്യൻസിയെ കുറിച്ച് വക്കീല് പറഞ്ഞു. താൽക്കാലികമായി ട്രെയിനി എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് നോക്കാം. താങ്ക് യു സർ. ട്രെയിനിയായി തന്നെ ജോലി ചെയ്യാൻ എനിക്ക് സമ്മതം. ഓക്കെ, വരൂ, സ്റ്റോർ റൂം ഒന്ന് നോക്കാം. എല്ലാം പൊടി പിടിച്ച് വികൃതമായിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നിന്ന് 309/23, 417/22 എന്നീ ഫയലുകൾ കണ്ടെത്തി കൊണ്ടുവന്ന് എനിക്ക് തരണം. ശരി സർ. എനിക്ക് പൊടി അലർജിയാ. ആ ഗുമസ്തനാണ് ഇന്ന് ലീവും. ഇന്ന് കോടതി അവധിയായോണ്ട് മറ്റുള്ള സ്റ്റാഫുകൾ ആരും എത്തിയിട്ടില്ല. അതൊന്നും സാരല്ല സർ. കേസ് ഫയൽ ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരാം. ഗുഡ്. ഹലോ വിക്രം സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്റെ ഭാര്യയുടെ പേരിൽ തോട്ടം വാങ്ങുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാനാ. ഓക്കെ, പറഞ്ഞോളൂ സാർ. വസ്തു ഭാര്യ വർഷയുടെ പേരിൽ തന്നെ ആയിക്കോട്ടെ. പക്ഷെ അതിൽ നടക്കുന്ന എല്ലാ ഏർപ്പാടുകളുടെയും ഫുൾ കൺട്രോളിംഗ് അതോറിറ്റി ഞാൻ തന്നെ ആയിരിക്കണം. പ്രത്യക്ഷത്തിൽ ആർക്കും അത് മനസ്സിലാവാനും പാടില്ല. അതായത് ഹിഡൻ ലോ പോയിന്റ്സ് ഉള്ള രജിസ്ട്രേഷൻ ആയിരിക്കണമെന്നർത്ഥം. എന്താ വക്കീലെ ചിരിക്കുന്നെ? ഇതുപോലുള്ള എത്രയോ രജിസ്ട്രേഷൻസ് ഞാൻ സാറിന് വേണ്ടി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സാറിന് ഈ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. എല്ലാം ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. അല്ല സാർ, നമ്മൾ തമ്മിലുള്ളൊരു സൗഹൃദം വെച്ചിട്ട് ഒരു പ്രത്യേക കാര്യം കൂടി. ഹണിമൂൺ ട്രിപ്പിന് എവിടാ പോകുന്നത്? അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, ന്യൂയോർക്ക്, എവിടേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്താ വക്കീലിന് വല്ല ചോയ്സും ഉണ്ടോ? അയ്യോ, നമ്മളൊക്കെ സാറിന്റെ ലോകപരിചയത്തിന് മുന്നിൽ ഞാനൊന്നും അല്ലല്ലോ. പുതിയ കമ്പനി തുടങ്ങുന്ന തിരക്കായതുകൊണ്ട് ലോങ് ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ബിസിനസിന് കോട്ടം വരാത്ത രീതിയിൽ ഒരു സിമ്പിൾ ജേണി, അത്രേ ഉള്ളൂ. ഞാൻ വിളിക്കാം. ഓക്കെ സാർ. ഇത് സർ, സാർ പറഞ്ഞ ഫയല്. ആഹാ, ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചോ? എന്തായാലും ആദ്യ പരീക്ഷണത്തിൽ വന്ദന പാസ്സായി കഴിഞ്ഞു. താങ്ക് യു സർ. ഇതുപോലെ ജാമ്പവാൻ കാലത്തുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന സ്റ്റോറും വേറെ ഉണ്ട്. അവിടെയും പോയി ഫയലുകൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. പൊടിശല്യം കുറെ അനുഭവിക്കണം. ഡസ്റ്റ് അലർജി ഒന്നുമില്ലല്ലോ? പ്രശ്നമില്ല സർ, ഞാൻ മാസ്ക് ഉപയോഗിച്ചോളാം. ഓക്കെ. അല്ലെങ്കിലും വക്കീലിന്റെ അസിസ്റ്റന്റ് ആവുമ്പോ മാസ്ക് ധരിച്ചില്ലെങ്കിലും മാസ്ക് ധരിച്ച റിസൾട്ട് ഉണ്ടാവും ഓരോ ചലനങ്ങളിലും. ഓക്കെ. ചിലപ്പോ വന്ദന കള്ളത്തരത്തിന്റെ മുഖം മൂടിയൊക്കെ അണിയേണ്ടി വരും. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എ ലോയേഴ്സ് പ്രൊഫഷൻ ഈസ് എ ലയേഴ്സ് പ്രൊഫഷൻ എന്ന്. വക്കീലിന്റെ ജോലി കള്ളത്തരത്തിന്റെ ജോലിയാണെന്ന്.
കേൾക്കുമ്പോ ഈ പേര് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. വക്കീലിന്റെ ക്ലയന്റ് ആണല്ലേ വിക്രം? വിക്രമിന്റെ കമ്പനിയിലെ ബിസിനസ്സുകളെ സംബന്ധിക്കുന്ന ഫയലുകളാ. കൂട്ടും ക്രിമിനലാണ് വിക്രം. മരുന്ന് കമ്പനിയുടെ മറവിൽ നടക്കുന്നത് മറ്റെന്തോ മാരകമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളായിരിക്കും. ആ കോട്ടയില പാവന്റെ വർഷങ്ങളാകപ്പെട്ടിരിക്കുന്നത്. ആ സംഭവത്തിന് ഏക ദൃക്സാക്ഷി ഞാൻ മാത്രമാണ്. അനിയത്തി ഇപ്പോ അവന്റെ സ്വർഗീയ സുഖങ്ങളുടെ താവളത്തില. അവനെന്ന പിശാചിന്റെ നരകം അവൾ ഇനിയും കണ്ടിട്ടില്ല. ഒരു പക്ഷെ അവൻ ആരാണെന്ന് വ്യക്തമാക്കുന്ന ഒരു തുമ്പോ തെളിവോ ഈ ഫയലൊന്നും കിട്ടാതിരിക്കില്ല. ഇതിപ്പോ എന്റെ സ്റ്റോർ റൂം തന്നെയാണോ സംശയം? ശരിക്കും വൃത്തിയായി. ഈ പണിയൊന്നും വന്ദന ചെയ്യാനുള്ളതല്ല. ഫയലുകളൊക്കെ പൊടികേറി മുഷിഞ്ഞ് നാശമായി. ഈ ഫയലുകളിലൊക്കെ ഓരോരോ ജീവിതങ്ങൾ കുടുങ്ങി കിടപ്പുണ്ട് സർ. ജീവിതങ്ങളുടെ അടുക്കും ചിട്ടയും തെറ്റിപ്പോയെങ്കിലും ഫയലുകൾ ക്രമം തെറ്റിയിരിക്കേണ്ടെന്ന് തോന്നി. എന്റെ വീടായ ഞാനിതൊക്കെ ചെയ്യണ്ടേ സർ? വീട് പോലെ തന്നെ എനിക്ക് ഓഫീസും. നന്നായി. കുടുംബത്തിൽ പറഞ്ഞതിന്റെ ക്വാളിറ്റി വന്ദനയിലുണ്ട്. വെറുതെ അല്ല രാജീവ് സാറ് ഭാര്യയാക്കാൻ സെലക്ട് ചെയ്തത്. വേണ്ട സർ, അതൊക്കെ അടഞ്ഞ അദ്ദേഹങ്ങളാ. എല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. ഒന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. സോറി. ഞാൻ ഇങ്ങനെ കേസ് ജയിക്കാൻ വേണ്ടി എതിർകക്ഷികളുടെ മനസ്സ് തളർത്തിയല്ലേ ശീലം. അതിപ്പോ വന്ദനയുടെ കാര്യത്തിലും അറിയാതെ സംഭവിച്ചു. ഒരിക്കൽ കൂടി സോറി. ആ നേരം വൈകി. എനിക്കാണ് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. വന്ദന പൊക്കോളൂ, നാളെ വന്നാ മതി. ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.